സുദാമൻ എങ്ങനെയാണ് ദരിദ്രനായത് എന്ന കഥയെക്കുറിച്ചറിയാം. പണ്ടൊരിക്കൽ ദരിദ്രയായ ഒരു ബ്രാഹ്മണ സ്ത്രീ ഭഗവാൻ നാരായണന്റെ നാമം ഉച്ചരിച്ചും ഭിക്ഷയാചിച്ചും ജീവിതം നയിച്ചു പോന്നു. ഒരിക്കൽ 5 ദിവസം തുടർച്ചയായി ഭിക്ഷ ലഭിക്കാതെ വെറും വെള്ളം കുടിച്ചുകൊണ്ട് ആ പാവം രാത്രി കഴിച്ചുകൂട്ടി. 6ാം ദിവസം ഭിക്ഷയായി കുറച്ച് കടലമണികൾ ലഭിച്ചു. നാളെ ഈ കടല വേവിച്ച് ഭഗവാന് നിവേദ്യമായി വെച്ചതിന് ശേഷം ഭക്ഷിക്കാമെന്ന് വൃദ്ധ വിചാരിച്ചു. എന്നാൽ രാത്രിയിൽ ഒരു കള്ളൻ അവരുടെ കുടിലിൽ കടന്നു ചെന്ന് ആ കടലപ്പൊതിയെ സ്വർണ്ണ നാണയങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഗ്രാമവാസികൾ കള്ളനെ പിന്തുടരുമ്പോൾ കള്ളൻ സാന്ദീപമുനിയുടെ ആശ്രമത്തിൽ കയറി ഒളിച്ചു. കുറച്ചു സമയത്തിന് ശേഷം അയാൾ മടങ്ങിപ്പോയി. അപ്പോൾ കടലപ്പൊതി അവിടെ വീണ് കിടന്നു. പിറ്റേന്ന് ഗുരുമാതാവ് ആ പൊതി കണ്ടെത്തി. ഇതേ സമയം ബ്രാഹ്മണ സ്ത്രീ കള്ളൻ തന്റെ കടല മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ ഈ കടലക്കുരു ഭക്ഷിക്കുന്നവൻ ദരിദ്രനാകട്ടെ എന്ന് ശപിച്ചു. പിറ്റേ ദിവസം സുദാമനും ശ്രീകൃഷ്ണനും വനത്തിൽ നിന്ന് വിറക് ശേഖരിക്കുവാൻ പോകുമ്പോൾ ഗുരുമാതാവ് കടല വേവിച്ച് സുദാമന് കൊടുത്തുകൊണ്ട് ഇരുവർക്കും വിശപ്പുണ്ടെങ്കിൽ പങ്കിട്ടു തിന്നാം എന്ന് പറഞ്ഞു. സുദാമൻ ഒരു ബ്രഹ്മജ്ഞാനിയായതിനാൽ പൊതി കയ്യിലെത്തിയ നിമിഷം ഈ കടല കൃഷ്ണന് കൊടുത്താൽ സർവ്വലോകവും ദരിദ്രമാകുമെന്ന് മനസ്സിലാക്കി. അതിനാൽ സുദാമൻ മുഴുവൻ കടലയും തനിയെ ഭക്ഷിച്ചു. ഇങ്ങനെ ബ്രാഹ്മണിയുടെ ശാപം സുദാമന്റെ മേൽ പതിച്ചു. അദ്ദേഹം അങ്ങനെയാണ് ദരിദ്രനായി മാറിയത്.